ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറിയേക്കും. കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. സെപ്റ്റംബർ 10-നകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഉത്തരവച്ച കവറിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു. നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ നൽകുന്നത്. നിതിൻ, കോടതിക്ക് പൂർണ്ണരൂപം കൈമാറുകയാണ്. തുടർ നടപടികൾ കോടതി ഇക്കാര്യത്തിൽ എന്ത് സ്വീകരിക്കും? നാളെ പൊതു താൽപര്യ ഹർജി പരിഗണിക്കുന്നു എന്നറിയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഫിജി, ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായകമായ നടപടികളാണ് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ ഭാഗം സെപ്റ്റംബറിന് മുമ്പായി കോടതിയിൽ സമർപ്പിക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച മുഴുവൻ റിപ്പോർട്ടുകളും പുറത്തുവിടാത്ത പേജുകൾ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിപ്പോർട്ട് കൂടാതെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മൊഴിപ്പകർപ്പുകൾ, സർക്കാർ സ്വീകരിച്ച നടപടികൾ, ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ തുടങ്ങിയവയും ഇന്ന് കോടതിയെ അറിയിക്കും. അതോടൊപ്പം തന്നെ ഇതിലെ കേസുമായി ബന്ധപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രജിസ്റ്റർ ചെയ്ത നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങളും ഇന്ന് കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച പ്രത്യേക ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത്. ഓഗസ്റ്റ് 22-ന് കേസ് പരിഗണിച്ചപ്പോഴായിരുന്നു ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ മുഴുവൻ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ട പേജുകൾ അല്ലാതെയുള്ള വിവരങ്ങൾ കൂടി കോടതിയെ അറിയിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. സെപ്റ്റംബർ 10-ന് മുമ്പായി ഈ വിവരങ്ങൾ കോടതിയെ ധരിപ്പിക്കാനായിരുന്നു നിർദ്ദേശം. ഈ ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫിജി.